നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നാം ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ സുപ്രസിദ്ധ സാഹിത്യകാരനായ ഇലാചന്ദ്ര ജോഷിയുടെ ഉപന്യാസങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. इलाचंद्र जोशी आधुनिक हिंदी साहित्य के प्रतिष्ठित उपन्यासकार, कहानीकार, निबंधकार एवं संपादक थे. उन्हें हिंदी में मनोवैज्ञानिक उपन्यासों का आरंभकर्ता भी माना जाता है. बहुमुखी प्रतिभा के धनी इलाचंद्र जोशी ने हिंदी की अनेक विधाओं में अपनी लेखनी चलाकर साहित्य को समृद्ध किया है. सन्यासी और जहाज का पंछी उनकी कालजयी रचना मानी जाती है. ശ്രദ്ധിക്കുക, ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രശസ്തനായ നോവലിസ്റ്റും കഥാകൃത്തും വിമർശകനൊക്കെ ആയിരുന്നു ഇലാചന്ദ്ര ജോഷി. ഹിന്ദി ഭാഷയിൽ മാനസിക സാഹിത്യത്തിൻ്റെയും അതുപോലെ തന്നെ മനോവൈജ്ഞാനിക നോവലുകളുടെയും പിതാവെന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. इलाचंद्र जोशी को हिंदी में मनोवैज्ञानिक उपन्यास का पुरस्कर्ता माना जा सकता है. ഇലാചന്ദ്ര ജോഷിയെ ഹിന്ദി സാഹിത്യത്തിലെ മനോവൈജ്ഞാനിക ഉപന്യാസത്തിൻ്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇലാചന്ദ്ര ജോഷിയെ ഹിന്ദി സാഹിത്യത്തിൻ്റെ മനോവൈജ്ഞാനിക ഉപന്യാസത്തിൻ്റെ സ്ഥാപകൻ, അതായത് പുരസ്കർത്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഗോപാൽ റോയാണ്. ശ്രദ്ധിക്കുക, ഡോക്ടർ ഗോപാൽ റോയാണ് ഇലാചന്ദ്ര ജോഷി ഹിന്ദി സാഹിത്യത്തിലെ മനോവൈജ്ഞാനിക ഉപന്യാസത്തിൻ്റെ പുരസ്കർത്ത, അതായത് സ്ഥാപകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഡോക്ടർ ഗോപാൽ റായ് ഇലാചന്ദ്ര ജോഷിയെ ഹിന്ദി സാഹിത്യത്തിൻ്റെ മനോവൈജ്ഞാനിക ഉപന്യാസത്തിൻ്റെ സ്ഥാപകനായി കണക്കാക്കുന്നു. നമുക്കിനി ഇലാചന്ദ്ര ജോഷിയുടെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഉनके प्रमुख उपन्यास. घृणमयी इलाचंद्र जोशी के प्रथम उपन्यास है, जो बाद में लज्जा नाम से प्रकाशित हुआ था. ശ്രദ്ധിക്കുക, ഇലാചന്ദ്ര ജോഷിയുടെ പ്രഥം ഉപന്യാസമാണ് ഘൃണാമയി എന്നത്. ഈ ഘൃണാമയി എന്ന ഉപന്യാസം എഴുതിയിരിക്കുന്നത് 1929 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഘൃണാമയി എന്ന് പറയുന്ന ഈ ഉപന്യാസമാണ് ഇലാചന്ദ്ര ജോഷിയുടെ ആദ്യത്തെ ഉപന്യാസം. 1929 ഘൃണാമയി എന്ന പേരിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ആദ്യ ഉപന്യാസത്തെ 1950 ലജ്ജ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഘൃണാമയി എന്ന ഉപന്യാസത്തെയാണ് 1950 ലജ്ജ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. നമുക്കിനി അടുത്ത ഉപന്യാസം നോക്കാം. അടുത്തത് സന്യാസി. നാം നേരത്തെ പറഞ്ഞു, സന്യാസി എന്ന ഉപന്യാസവും അതുപോലെ തന്നെ ജഹാസ് കാ പഞ്ചി ഈ ഉപന്യാസവും അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉപന്യാസങ്ങളാണെന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു, അല്ലേ? ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഉപന്യാസമാണ് സന്യാസി. ഈ സന്യാസി എന്ന ഉപന്യാസം എഴുതിയിരിക്കുന്നത് 1940 ശ്രദ്ധിക്കുക, സന്യാസി എന്ന ഉപന്യാസം എഴുതിയിരിക്കുന്നത് 1940 അടുത്ത ഉപന്യാസമാണ് പർദേ കി റാണി. ശ്രദ്ധിക്കുക, ഇലാചന്ദ്ര ജോഷിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപന്യാസമാണ് പർദേ കി റാണി എന്നത്. ഈ പർദേ കി റാണി എന്ന ഈ ഉപന്യാസം എഴുതിയിരിക്കുന്നത് 1942 ഇലാചന്ദ്ര ജോഷിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപന്യാസമാണ് പ്രേത് ഓർ ഛായ. എന്താണ് പ്രേത് ഓർ ഛായ? ചില ടെക്സ്റ്റുകളിൽ പ്രേം ഓർ ഛായ എന്നും കാണുന്നുണ്ട്. ഇത് പ്രേത് ഓർ ഛായ എന്നാണ്. പ്രേത് ഓർ ഛായ എന്ന ഈ ഉപന്യാസം എഴുതിയിരിക്കുന്നത് 1944 പ്രേത് ഓർ ഛായ എന്ന ഈ ഉപന്യാസം എഴുതിയിരിക്കുന്നത് 1944 ഇലാചന്ദ്ര ജോഷിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപന്യാസമാണ് നിർവാസിത്. നിർവാസിത് എന്നത് ഇലാചന്ദ്ര ജോഷിയുടെ
മറ്റൊരു പ്രധാനപ്പെട്ട ഉപന്യാസമാണ്. ഈ ഉപന്യാസം എഴുതിയിരിക്കുന്നത് 1946 ശ്രദ്ധിക്കാം. ഞാനിവിടെ ഇലാചന്ദ്ര ജോഷി എന്ന പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയ രചനകളും അദ്ദേഹത്തിൻ്റെ പേരും നിങ്ങളുടെ മനസ്സിലൊന്ന് ബൈഹാർട്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇലാചന്ദ്ര ജോഷി എന്ന പേര് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. നിർവാസിത് എന്ന രചന എഴുതിയിരിക്കുന്നത് ഇലാചന്ദ്ര ജോഷിയാണ്. ഇത് എഴുതിയ ഡേറ്റ് 1946. ഇലാചന്ദ്ര ജോഷിയുടെ അടുത്ത ഉപന്യാസമാണ് മുക്തിപദ്. ഈ മുക്തിപദ് എന്ന ഈ ഉപന്യാസം എഴുതിയിരിക്കുന്നത് 1946. ഇലാചന്ദ്ര ജോഷിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപന്യാസമാണ് സുബഹ് കെ ഭൂലെ. സുബഹ് കെ ഭൂലെ എന്നത് ഇലാചന്ദ്ര ജോഷിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപന്യാസമാണ്. ഇത് എഴുതിയിരിക്കുന്നത് 1951. ശ്രദ്ധിക്കുക. ഇലാചന്ദ്ര ജോഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപന്യാസമാണ് ജിപ്സി. ഇത് എഴുതിയിരിക്കുന്നത് 1952. ശ്രദ്ധിക്കുക. ഇലാചന്ദ്ര ജോഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപന്യാസമാണ് ജിപ്സി. ഈ ജിപ്സി എന്ന ഉപന്യാസത്തെക്കുറിച്ച് മിക്ക എക്സാമുകൾക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കേട്ടിട്ടാണെങ്കിലും സെറ്റാണെങ്കിലും ഒരുപാട് എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. 1952 ജിപ്സി എന്ന് പറയുന്ന ഈ ഉപന്യാസം എഴുതിയിരിക്കുന്നത്. ജിപ്സി എന്ന ഈ ഉപന്യാസം എഴുതിയിരിക്കുന്നത് ഇലാചന്ദ്ര ജോഷിയാണ്. ശ്രദ്ധിക്കുക. ഇലാചന്ദ്ര ജോഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപന്യാസമാണ് എന്തെന്നത്, അത് ജിപ്സി എന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇലാചന്ദ്ര ജോഷിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപന്യാസമാണ് ജഹാസ് കാ പഞ്ചി. ശ്രദ്ധിക്കുക. ജഹാസ് കാ പഞ്ചി എന്നത് ഇലാചന്ദ്ര ജോഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപന്യാസമാണ്. ഇത് എഴുതിയിരിക്കുന്നത് 1954. ശ്രദ്ധിക്കുക. 1954 ജഹാസ് കാ പഞ്ചി എന്ന ഉപന്യാസം എഴുതിയിരിക്കുന്നത്. ജഹാസ് കാ പഞ്ചി എന്നത് ഇലാചന്ദ്ര ജോഷിയുടെ ഒരു ഉപന്യാസമാണ്. ഇത് എഴുതിയിരിക്കുന്നത് 1954. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഉപന്യാസമാണ് ഋതുചക്ര. ശ്രദ്ധിക്കുക. ഋതുചക്ര എന്നത് ഇലാചന്ദ്ര ജോഷിയുടെ മറ്റൊരു ഉപന്യാസമാണ്. ഇത് എഴുതിയിരിക്കുന്നത് 1969. ശ്രദ്ധിക്കുക. ഇലാചന്ദ്ര ജോഷിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപന്യാസമാണ് ഭൂത് കെ ഭവിഷ്യ. ഈ ഭൂത് കെ ഭവിഷ്യ എന്ന ഈ ഉപന്യാസം മിക്ക എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രോക്തി ഏതാണ് എന്ന് പറഞ്ഞും അതുപോലെ തന്നെ ഈ ഉപന്യാസം എഴുതിയത് ആരാണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഇലാചന്ദ്ര ജോഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപന്യാസമാണ് ഭൂത് കെ ഭവിഷ്യ എന്നത്. ഇത് എഴുതിയിരിക്കുന്നത് 1973. ശ്രദ്ധിക്കുക. ഭൂത് കെ ഭവിഷ്യ എന്നത് ഉപന്യാസമാണ്. ഈ ഉപന്യാസം എഴുതിയത് ഇലാചന്ദ്ര ജോഷിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. കവി കി പ്രേയസി. കവി കി പ്രേയസി എന്നത് ഇലാചന്ദ്ര ജോഷിയുടെ ഒരു ഉപന്യാസമാണ്. ഇത് എഴുതിയിരിക്കുന്നത് 1976. ഇലാചന്ദ്ര ജോഷിയുടെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. ജിപ്സി എന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപന്യാസമാണ്. ഇത് എഴുതിയിരിക്കുന്നത് 1952. അടുത്ത പോയിന്റ് ഘൃണാമയി എന്നത് ഇലാചന്ദ്ര ജോഷിയുടെ പ്രഥമ ഉപന്യാസമാണ്. ഇത് പിന്നീട് 1950 ലജ്ജ എന്ന പേരിൽ പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടു. അടുത്തത് സന്യാസി എന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപന്യാസമാണ്. അതുപോലെ തേക്കി റാണി മറ്റൊരു പ്രധാനപ്പെട്ട ഉപന്യാസമാണ്. അടുത്തത് പ്രേതോർ ഛായ മറ്റൊരു പ്രധാനപ്പെട്ട ഉപന്യാസമാണ്. മുക്തിപദ്, സുബഹ് കെ ഭൂലെ, ജിപ്സി, ജഹാസ് കാ പഞ്ചി, ഭൂത് കെ ഭവിഷ്യ. ശ്രദ്ധിക്കുക. ഭൂത് കെ ഭവിഷ്യ, ജഹാസ് കാ പഞ്ചി, ജിപ്സി, സുബഹ് കെ ഭൂലെ, മുക്തിപദ്, പ്രേതോർ ഛായ, പർദേ കി റാണി, സന്യാസി, ഘൃണാമയി. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും ഇലാചന്ദ്ര ജോഷിയുടെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കിയല്ലോ. എല്ലാവരും ഇത് നന്നായി മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്.